ഭീകരതയുടെ ഇരയെയും വേട്ടക്കാരനെയും തുലനം ചെയ്യാനാകില്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ കാണുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടിനോട് ആണ് വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടി. പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഏറുകയാണ്. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിൽ എത്തി. സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ടോക്കിയോയിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരുമായും നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. Every terrorist activity in the world has some or other link in Pakistan. So this time our Prime Minister has also said it's a new normal. It's enough is enough. You cannot take any more now. If anything happens to our citizens, we will hit back. We will retaliate. And we came here, as he explained, I come from the state Bihar, where Buddhism born. So Buddhism is for ahimsa, for peace. To reach out to Russia when we have been facing terror attacks time and again, and we've lost 26 lives in India. So the government of India and the Prime Minister have decided that MPs from across the country from different parties have been sent to represent the Indian stand on against terrorism and explain our position to the world. So as a part of these delegations which are being sent, one delegation has been sent to Russia, and I've been given the opportunity to head it along with the MPs from Lok Sabha and the Rajya Sabha. ശശി തരൂർ അടക്കമുള്ള സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നേരത്തെ കനിമൊഴിയുടെ പ്രതികരണം അടക്കമാണ് നമ്മൾ കേട്ടത്. രാഗേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, ഇതിൽ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം അടക്കം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതായത് ഈ തീവ്രവാദത്തിൻ്റെ ഇരകളെയും അതിൻ്റെ സ്പോൺസർമാരെയും ഒന്നും ഒരുപോലെ കാണാനാകില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായ സന്ദേശം കൂടിയാണല്ലോ നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പഹൽഗാം സംഭവത്തിന് ശേഷം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. അവർ പരസ്പരം ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ആ അതൃപ്തി കൂടിയല്ലേ വ്യക്തമാകുന്നത്? അതെ അഭിലാഷ്, ആ അതിർത്തി തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി പങ്കുവച്ചിരിക്കുന്നത്. കാരണം റെയ്സിന ടോക്കിയോ ഉച്ചകോടിയിലാണ് ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആവർത്തിച്ചത്. പ്രത്യേകിച്ച് ഭീകരവാദത്തിന് ഇരയായ രാജ്യങ്ങളെയും അത്തരം ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്ന രാജ്യങ്ങളെയും ഒരുപോലെ കാണുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. കാരണം ലോകമാകെ രാജ്യാതിർത്തി ഇല്ല ഇത്തരത്തിൽ ഭീകരവാദത്തിന്. എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ലോകത്തെ ആകെ ജനങ്ങളെ ബാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഭീകരവാദം. അപ്പോൾ ഭീകരവാദത്തിന് ഇരയായ രാജ്യങ്ങളെയും അത്തരം ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന രാജ്യങ്ങളെയും ഒരു തരത്തിലും ഒരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നത് പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അത്തരം പരാമർശം നടത്താനിടയായ സാഹചര്യം, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലരും ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ സമീപനം അല്ലെങ്കിൽ ഒരുപോലെ കാണുന്നു എന്ന് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി ഇതിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അടക്കം വിശേഷിപ്പിച്ച് ടു ബെസ്റ്റ് നേഷൻസ് എന്നടക്കമുള്ള പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനെയും അടുത്ത സുഹൃത്തുക്കൾ എന്ന പരാമർശവും ട്രംപ് നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം പരാമർശങ്ങളുടെ ഒരു അതൃപ്തി തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി ഏതായാലും പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ജപ്പാൻ ഈ വിഷയത്തിൽ ഒപ്പം നിന്നതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി. ഏതായാലും ഇപ്പോൾ ഇന്ത്യയുടെ ദൗത്യ സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശിവസേന JDU നേതാവ് സഞ്ജയ് ഝാ അധ്യക്ഷനായ സമിതി, നേതൃത്വം നൽകുന്ന സമിതി ജപ്പാനിലാണ് ഉള്ളത്. അവിടെ വിവിധ സംഘങ്ങളുമായി അവർ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. മാത്രവുമല്ല, സഞ്ജയ് ഝാ അധ്യക്ഷനായ സമിതി ഇതിനോടകം തന്നെ പല രാജ്യങ്ങളിലെയും അംബാസഡർമാർ, ഒപ്പം തന്നെ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവരുമായി ചർച്ച നടത്തി. പ്രത്യേകിച്ച് ബ്രസീൽ അടക്കമുള്ള ഓസ്ട്രേലിയ, കൊളംബിയ, ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങളിലെ അംബാസഡർമാരായാണ് അവിടെ വെച്ച് ചർച്ച നടത്തിയത്. ഇത് കൂടാതെ ശിവസേന നേതാവ്
നയിക്കുന്ന സംഘം, ആ സംഘം നിലവിൽ ഉള്ളത് UAE-യിലാണ്. അവരും നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് UAE അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സംഘം മോസ്കോയിലെത്തി. അവിടെ ഇപ്പോൾ ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുകയും ചെയ്യും. അത്തരത്തിൽ ഇന്ത്യ എന്താണോ ഈ ദൗത്യത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതിന് പിന്തുണ ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും 4 സംഘങ്ങൾ കൂടി ഇനി യാത്ര തിരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ള നയിക്കുന്ന സംഘം നാളെയാണ് യാത്ര തിരിക്കുന്നത്. ഗയാനയിലാണ് ആദ്യം തരൂർ നയിക്കുന്ന സംഘം സന്ദർശനം നടത്തുക. ഏതായാലും അവരുമായി ഇന്ന് വിദേശകാര്യ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഈ സന്ദർശനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണം, ഇന്ത്യ അറിയിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ER രാഗേഷ് നൽകിയത്.